ചാർലി പോൾ പറഞ്ഞത്, മനസാക്ഷിയില്ലാതെ നന്ദിയില്ലാതെ പ്രവർത്തിച്ച ഒരു കൂട്ടം ജനങ്ങൾ. ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ മാത്രം നമുക്ക് 55,000 കുടുംബങ്ങൾക്ക് കാർഡ് കൊടുത്തിട്ടുണ്ട്. 55,000 കുടുംബങ്ങള്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വോട്ട് കിട്ടിയാൽ 55,000 വോട്ട് കിട്ടണമായിരുന്നു. നമുക്ക് കിട്ടിയത് 43,000 വോട്ടാണ്. 46,000 വോട്ട്. അപ്പൊ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വോട്ട് കിട്ടിയില്ല, 2 വോട്ട് കിട്ടിയിരുന്നെങ്കിലോ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. ഇന്ന് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിലെ ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു സ്റ്റാള് പ്രവർത്തിക്കുന്നില്ല. 12 വർഷക്കാലമായിട്ട് വിലക്കയറ്റമില്ലാതെ, വില എന്താണെന്നറിയാതെ കിഴക്കമ്പലത്തെ കുന്നത്തുനാടുള്ള ജനങ്ങൾ ജീവിച്ചു. പക്ഷേ അതിനൊരു പ്രത്യുപകാരം പോലും ചെയ്യാതെ 5 പൈസയുടെ പോലും പ്രയോജനമില്ലാത്ത കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊണ്ടായി വോട്ട് കുത്തി എന്നുള്ളതാണത്. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. ശരാശരി 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 4,000 രൂപയുടെയെങ്കിലും മിച്ചമുണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷം ഒരു കുടുംബത്തിന് 50,000 രൂപ മിച്ചം വെക്കാൻ സാധിച്ചിരുന്നു നമ്മുടെ ഭക്ഷ്യസുരക്ഷ മാളുണ്ടായിരുന്നപ്പോ. അപ്പൊ 5 വർഷം കൊണ്ട് എത്രയാണ്? 2.5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് മിച്ചം വെക്കാൻ സാധിക്കുന്നത്. അതെല്ലാം മറന്ന് 5 പൈസയുടെ പോലും പ്രയോജനമില്ലാത്ത കള്ളനും കൊള്ളക്കാരനും കൊണ്ടായി വോട്ട് ചെയ്ത ജനങ്ങളുടെ മനസ്സാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ ഇതിനു മുമ്പ് 5 വർഷം വിജയിപ്പിച്ചു. നമ്മള് ഇതേ ആളെ തന്നെ വിജയിപ്പിച്ചു. ഈ ഇരിക്കുന്നവർ പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും കുടുംബത്തിന് 5 പൈസയുടെ പ്രയോജനം അയാളെ കൊണ്ടുണ്ടായിട്ടുണ്ടോ? ഇനി 5 വർഷം ഭരിക്കാൻ പോകുന്നുണ്ടാകുമോ? അപ്പോ ഒരു മാസം 4,000 രൂപ മുതൽ 5,000 രൂപ വരെ നമ്മുടെ കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കാവുന്ന, ഒരു വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് 2.5 ലക്ഷം രൂപ നമ്മുടെ കുടുംബത്തിന് മാറ്റിവെക്കാവുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ വേറൊരു പാർട്ടിക്ക്, അത് ഒരു പ്രയോജനമില്ലാത്ത പാർട്ടിക്ക് പോയി വോട്ട് ചെയ്തു. അവിടെയാണ് മനസാക്ഷി നമ്മൾ ചിന്തിക്കേണ്ടത്. രാവിലെ ഇതേ സ്റ്റാളിൽ നിന്നും വാങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും അത് മറന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഞാനൂർ വാർഡ് 2015 ഈ പ്രസ്ഥാനം തുടങ്ങിയെന്ന് 2015 ഇലക്ഷനില് 69% ജനങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തത്. 5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോ 2020 അത് 70%-മായി 1% കൂടി. വീണ്ടും 21 നിയോജക മണ്ഡലത്തിലേക്ക് നമ്മൾ മത്സരിച്ചപ്പോഴും ഞാനൂറ് വാർഡിന്റെ മനസ്സ് മാറിയില്ല. അതേ 69% ആളുകളും ഇതിനുവേണ്ടി വോട്ട് ചെയ്തു. 24 പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോഴും 69% ആളുകൾ വോട്ട് ചെയ്തു. അപ്പോ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് 2015 മുതൽ ഈ പ്രസ്ഥാനം തുടങ്ങിയത് മുതൽ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ആത്മാർത്ഥമായി പറഞ്ഞാൽ തീരുന്ന നന്ദിയല്ല ഉള്ളത്. കാരണം നമുക്കറിയാം, എത്രയോ കോടി രൂപ നമ്മൾ ഈ പ്രസ്ഥാനം ഈ നാടിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നു.
ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി ഇത് ഞങ്ങളുടെ പാർട്ടിയാണെന്ന് മനസ്സിൽ ഏറിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന ഒരേ ഒരു വാർഡാണ് ഞാങ്ങൂർ വാർഡ്. ഇനി കിഴക്കമ്പലം പഞ്ചായത്ത് നമ്മൾ 2014 മുതൽ പ്രവർത്തനം തുടങ്ങിയതാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് വെറും 43% വോട്ടാണ് കിഴക്കമ്പലത്ത് നിന്ന് കിട്ടിയത്. ചില വാർഡുകളില് 9% വോട്ടാണ് കിട്ടിയത്. 91% വോട്ട് ഈ കള്ളന്മാർക്ക് കൊള്ളന്മാർക്ക് കൊണ്ടേ കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടഞ്ഞു കിടക്കുന്നു. അപ്പൊ നമുക്കറിയാം ഓരോ സാധനങ്ങളുടെ വില എന്താണെന്ന്. ഇപ്പോഴാണ് കുന്നത്തുനാടിലെ ജനങ്ങള് ഈ സാധനങ്ങളുടെ വില എന്താണ്, തക്കാളിയുടെ വില എന്താണ്, വെളിച്ചെണ്ണയുടെ വില എന്താണ്, ഇതിന്റെയൊക്കെ ക്വാളിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. ഇനി അങ്ങ് മനസ്സിലാക്കാൻ കിടക്കുന്നയോ. ഇതിനോടൊപ്പം തന്നെയാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത്. അവിടെ ഏതാണ്ട് 80% വരെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു. പക്ഷേ പല ആളുകൾക്കും 80% ഡിസ്കൗണ്ടുള്ള മരുന്ന് വേണ്ട. കാരണം ആളുകളുടെ വിചാരം ഇത്രയും ഡിസ്കൗണ്ട് കൊടുക്കുമ്പോ അതിൽ ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. അത് വേറെ സൈക്കോളജിയാണ്. അതുകൊണ്ട് ഞാൻ ഡിസ്കൗണ്ട് കുറച്ച് 50 ആക്കി കഴിയുമ്പോൾ എല്ലാവരും അതേ മരുന്ന് 50% മേടിക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാകാത്ത ഒരു ജനസമൂഹമാണ് പല കാര്യങ്ങളിലും. നമ്മൾ ഓരോ ദിവസവും ആലോചിക്കുന്നത് എങ്ങനെ കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്യാം, അവര് നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. അങ്ങനെ ഓരോ കാര്യവുമാണ് രാവും പകലും നമുക്ക് 5 മിനിറ്റ് കിട്ടുമ്പോൾ എല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സൗജന്യ ഭക്ഷണശാലയും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സും. ഇനി സൗജന്യ ഭക്ഷണശാലയുടെ മുകളിൽ ഒരു കെട്ടിടം വരുന്നുണ്ട്, സ്ത്രീകൾക്കായിട്ടുള്ള ജിമ്മ്. അതും സൗജന്യമായിട്ടാണത്, ഏറ്റവും ആധുനിക ഉപകരണങ്ങളോട് കൂടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങള്. ഇനിയിപ്പോ സ്വിമ്മിംഗ് പൂളിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, വോളിബോൾ ഗ്രൗണ്ടിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് തിരിച്ച് എന്തെങ്കിലും ഒന്ന് തരണ്ടേ. നമ്മൾ ആരും പണമായിട്ട് ചോദിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം 21 ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഈ ഭരണകൂടവും മന്ത്രിസഭയും എല്ലാവരും കൂടിയിട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടിയിട്ട് എന്റെ ഫാക്ടറി ആക്രമിച്ചു. ഒരു മാസം തന്നെ 12 പ്രാവശ്യം അവർ തുടർച്ചയായിട്ട് റെയ്ഡ് ചെയ്തു. റെയ്ഡ് എന്ന് പറയുമ്പോ 3-4 പേര് വന്ന് ചെയ്യുന്ന കാര്യമല്ല. 30-40 വണ്ടികൾ ചീറിപ്പാഞ്ഞ് അകത്തേക്ക് കയറുന്നു, കമ്പനി സ്തംഭിപ്പിക്കുന്നു, ജോലിക്കാരെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ച് ഈ കൊള്ളക്കാരെയും ഭീകര പ്രവർത്തകരെയൊക്കെ പിടിക്കാൻ വരുന്ന രീതിയിലുള്ള റെയ്ഡുകൾ. അങ്ങനെ ഒരു മാസം 12 റെയ്ഡാണ് നടത്തിയത്. ഞാൻ ആരോടും പലരും ചോദിച്ചു എന്തുകൊണ്ട്. പലരും എന്നോട് പറഞ്ഞു, സാറേ വാ ഞങ്ങൾ വന്ന് ഗേറ്റിൽ നിൽക്കാം. എനിക്കറിയാം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ ആ ഫാക്ടറി വളഞ്ഞു നിൽക്കാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ആരോടും ഞാൻ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഇതെന്റെ പ്രശ്നമാണ്, ഞാൻ നേരിട്ട് കൊള്ളാം, ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഒരു രോമം പോലും പറയാൻ ആർക്കും സാധിച്ചില്ല. അന്നും ഈ രാഷ്ട്രീയത്തെ ഞാൻ ദുരുപയോഗം ചെയ്തില്ല. ജനങ്ങളെ വെച്ച് എന്റെ വ്യവസായം നടത്താൻ ഞാൻ നോക്കിയില്ല. അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരു ഭൂതം നിധി കാട്ടുന്ന പോലെ ഒരു പഞ്ചായത്തിന് അവിടുത്തെ ജനങ്ങളെ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായിട്ട് അവരുടെ പണം സുരക്ഷിതമായിട്ട് അവിടുത്തെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞപ്പോ ഇലക്ഷൻ വരുമ്പോ പഞ്ചായത്തിൽ മാത്രം 2020 മതി. നിങ്ങൾക്കറിയാം 2015 ഇലക്ഷൻ വന്നപ്പോഴും പഞ്ചായത്തിന് മാത്രം 2020 വോട്ട് ചെയ്തു. ബ്ലോക്കിലേക്ക് കോൺഗ്രസിന് കൊടുക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് കൊടുക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് അടുത്ത പാർട്ടിക്ക് കൊടുക്കും. അത് 2020 ആവർത്തിക്കുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒന്നല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തും ബ്ലോക്കും
ജില്ലാ പഞ്ചായത്തും കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ കൊടുക്ക്, അവര് ഭരിക്കട്ടെ. അപ്പൊ എല്ലാവരും കൊണ്ടുപോയി നമുക്ക് തന്നെ വോട്ട് ചെയ്തു. ഇപ്പൊ എന്താണ്, നിയമസഭയിൽ നമ്മൾ മത്സരിച്ചു കിട്ടിയില്ല, പാർലമെന്റിൽ നമ്മൾ മത്സരിച്ചു കിട്ടിയില്ല. ഇവിടെ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ സാധിക്കുക? ഈ കേരളമൊട്ടാകെ ഇതുപോലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ നടപ്പിലാക്കണമെന്നുണ്ട്. മരുന്നുകളുടെ വില 50%, 80% കുറയ്ക്കണമെന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന കണ്ടു, മരുന്നുകളുടെ വില നിയന്ത്രിക്കും. ഇപ്പൊ പലതും നമ്മളെ കണ്ടുപിടിച്ചു തുടങ്ങി. സുരേഷ് ഗോപി പറഞ്ഞു മുല്ലപ്പെരിയാറിന് പരിഹാരം ഉണ്ടാക്കുന്നു പറഞ്ഞു. എന്താ ഇതുപോലെ ആരും പരിഹാരം ഉണ്ടാക്കാതിരുന്നേ? അപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ നടപ്പിലാക്കേണ്ട അവസ്ഥയായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വന്നിരിക്കുക, അല്ലെങ്കിൽ ഭരണം കിട്ടില്ലാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ. ഇന്ന് രാവിലെ ഞാന് വാട്സപ്പില് ഒരു വില്ലേജ് ഓഫീസറുടെ ഒരു കഥ, ഞാനത് ന്യൂസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് കണ്ടുവെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു വില്ലേജ് ഓഫീസിൽ ചാർജ് എടുക്കാൻ വരുമ്പോ ഒരു വൃത്തിയായ